എക്സ്പീരിയൻസ് ആണ് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു അടിപൊളി ഒരു പക്ക എൻ്റർടൈനർ സൂപ്പർ മാസ് എൻ്റർടൈനർ. പുറകെ വരുന്നവർ പറയും. പക്ക വയലൻസ് പടമാണ്. ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ്. ചെറിയ പിള്ളേർക്കൊന്നും പടം കാണാൻ പറ്റില്ല. ഒരു 18 വയസ്സിന് മുകളിലോട്ട് കണ്ടാൽ മതി. അത്രയും വയലൻസാണ്. ജഗദീഷിൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ല, നല്ല ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഫുൾ അടിപിടിയാണ്, ഒരു രക്ഷയില്ല. വെരി ഗുഡ് ബട്ട് ടൂ ബ്രൂട്ടൽ. ചോരക്കളി ചോരക്കളി വയലൻസ് ആണ് മെയിൻ. തിയേറ്ററിൽ തന്നെ ഒന്നാണ് അടിപൊളിയായിട്ട് വയലൻസ്. ഫുൾ വയലൻസ്. നല്ല വയലൻസ് ആണ്. അടിപൊളി പടം. കേരളത്തിന്റെ റബൽക്കിന് ഉണ്ണിമുകുന്ദനാണ്. നമ്മൾ വയലൻസ് പറഞ്ഞപ്പോൾ കേരളത്തിൽ ഇത്രയും വയലൻസ് ഉണ്ട് നമ്മൾ പ്രതീക്ഷ. അത്രയ്ക്ക് ചില സീനിൽ നമ്മൾ കണ്ണടച്ചൊക്കെ പോകും. പടം നല്ല ഇമോഷനും ആക്ഷനും എല്ലാമായിട്ട് നല്ലൊരു മൂവി. എല്ലാവരും കാണണം. നിങ്ങൾ കയറി പുതിയ ഒരു പയ്യനുണ്ടല്ലോ, എന്താണ് പയ്യൻ്റെ നിഷാൻ നല്ല ഫസ്റ്റ് ഹാഫ് വരെ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് വയലൻസ് ഒക്കെ നല്ല രീതിയിൽ എങ്ങനെ പറ്റി? വയലൻസ് ഒക്കെ നല്ല രീതിയിലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സൂപ്പറായിട്ട് നിങ്ങൾ കാണും. ഈ സിനിമ ടാഗ്ലൈൻ മോസ്റ്റ് വയലന്റ് മൂവി എന്നാണല്ലോ. അത് മോസ്റ്റ് വയലന്റ് മൂവി സിനിമ. അത് ഡിപ്പെൻസ് ഓഫ് ആൾക്കാരല്ലേ, നമ്മുടെ ഓഡിയൻ ഡിപ്പെൻസ് ഓഡിയൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓഡിയനാണ് തീരുമാനിക്കുന്നത്. വയലൻസ് ഉണ്ട്, പക്ഷെ അത്ര പക്ഷെ കണ്ടിരിക്കുന്ന രീതിയിലുള്ള വയലൻസേ ഉള്ളൂ. കുറെ പേര് പറഞ്ഞു ചില സീനുകളിൽ കണ്ണ് പൊത്തിപ്പോയി, അത് ഭയങ്കര ഇതായി പോയി. ഓഡിയൻ എക്സ്പീരിയൻസ് അത് ഓരോരുത്തർ പറയുന്ന അഭിപ്രായമല്ലേ. അതിനുള്ള ഉണ്ടോ സിനിമയിൽ അങ്ങനെ ഒരു അത്ര കണ്ട് സിനിമ അല്ല, ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ ഇതുവരെ ചെയ്യാത്ത ഹോളിവുഡ് ടൈപ്പ് സിനിമ. ഫസ്റ്റ് ഓഫ് ഇമോഷൻസ് ഒക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമോഷൻസും കൂടെ വന്നിട്ടുണ്ട്. മലയാളത്തിലെ അൾട്ടിമേറ്റ് വയലൻസ് മൂവി ഇഷാൻ നന്നായിട്ടുണ്ട്. ഇഷാന്റെ ലോഞ്ച് ആയിരുന്നല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് മൂവി തന്നെയാണ്. Too good. Fights were good, music was good, all actors were very good, and my son was debuting in this movie. He did too good. Unni Mukundan nailed it. Too good. Must watch. പടം കുറച്ചും കൂടിയും അടിപൊളിയാണ്. ബട്ട് കുറച്ച് വയലൻസ് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം നമുക്കൊരു ഫാമിലി ഇത്രയും വയലൻസ് മലയാള സിനിമയിലെ എക്സ്ട്രീം വയലൻസ് ആയിട്ടുള്ളൊരു പടമാണ്. പക്ഷെ ഉണ്ണിമുകുന്ദൻ എല്ലാവരും അടിച്ചു പൊളിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ വയലൻസ് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. താങ്ക് യു. ഇല്ല ഇത്രയും എക്സ്ട്രീം ലെവല് വയലൻസ് ഒരു മലയാള മൂവിയിലും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ടില്ല. അപ്പം പടം സസ്പെൻസാണ്, ത്രില്ലിംഗ്. സസ്പെൻസ് ശരിക്കും ഇല്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ഇതിലൊരു
എന്താ പറയുക മുൻകൂട്ടി തന്നെ ഒരു ഇത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇവരാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്നുള്ളത്. അപ്പം സസ്പെൻസ് ഇല്ല, പക്ഷെ ത്രില്ലറാണ്, വയലൻസ് ആണ്. ഏറ്റവും നമുക്ക് എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു കാര്യം വയലൻസ് മൂവി. പക്ഷെ എല്ലാവരും നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി. ഓ ഒരു ശരിക്കും നമ്മുടെ ഒരു മസിൽ സ്റ്റാർ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു ആക്ഷൻ, ഒരു അപ്കമിങ് മലയാളം മൂവിയിൽ ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ സാധ്യത ഉണ്ണിമുകുന്ദനാണ്. ഓക്കെ, താങ്ക് യു. സൂപ്പറാണ്. ഫാമിലി ആയിട്ട് കാണാനുള്ളതൊക്കെ ഉണ്ടോ? വയലൻസ് എങ്ങനെയുണ്ട്? പേടിക്കാനുള്ളതൊക്കെയാണോ? പേടിച്ചു പോയോ? Hollywood level action sequences, adiboli, brilliant. Unni respect, brilliant. ഡെബ്യൂ ആണ്. ഡെബ്യൂ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? മലയാളം സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് ആവട്ടെ, മലയാളം സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് ആവട്ടെ. ഞാൻ അധികം പറയുന്നില്ല, കാരണം ഞാൻ ഇത് പടത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട്. പക്ഷേ ഇതൊരു ബെഞ്ച് മാർക്ക് ആവട്ടെ. ഷെരീഫ് ഖാനോടും ഉണ്ണിച്ചേട്ടനോടും അനീസ് സാർ എല്ലാവരും പൊളിച്ച്. നിങ്ങളെല്ലാവരും ന്യൂസ് സ്പ്രെഡ് ചെയ്യുക, മാർക്കോ എല്ലാവരും പോയി കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒന്നും പറയാനില്ല. നമ്മൾ മറ്റുള്ള ഭാഷകളിലൊക്കെ ഇതേപോലത്തെ വയലന്റ് മൂവീസ് വരുമ്പോൾ മലയാളികൾ ഓടിപ്പോയി കാണാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മലയാളത്തെ അഭിമാനിക്കാൻ ഒരു വയലന്റ് മൂവി വിത്ത് എ ഗ്രേറ്റ് സ്റ്റോറി. വെരി ഇംപ്രസ്, വെരി ഹാപ്പി. അതിലൊരു ചെറിയ പാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ആക്ച്വലി ഒന്നും പറയാനില്ല. ഷെരീഫ്, ഉണ്ണി ആൻഡ് ഹനീഫ് ഓൾ ലൈക്ക് ഗുഡ് ജോബ്, എവ്രിബഡി. അല്ല, ഈ സിനിമയിൽ വയലൻസിന് ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഒരു ഫാമിലി ബോണ്ട് ഉണ്ട്. അതെ, എത്രത്തോളം ഫാമിലി ബോണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത്. ആ ഫാമിലി ബോണ്ട് കാരണമാണ് ഇത്രയും വയലൻസ് കാണിക്കുമ്പോഴും നമുക്ക് ശരിക്കും ഒരു കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആ ഇമോഷൻസും ഉണ്ട് അതിൽ, വെറും വയലൻസ് അല്ല, വിത്ത് ഇമോഷൻസ്. സോ ഇറ്റ്സ് ലൈക്ക് മോർ ഇമ്പാക്ട്ഫുൾ. ഗ്രേറ്റ് മൂവി. താങ്ക് യു സോ മച്ച്. തിരിച്ചുപോയി എന്നെ പൊന്നി. ഇതിലായിട്ടും പോയാളോ എനിക്കെൻ്റെ അതിഗംഭീരം. അതായത് മലയാള സിനിമയിൽ ഇത്രയും സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും വയലൻസും ഫാമിലിയും എല്ലാം ചേർന്നിട്ടുള്ള ഇത്രയും നല്ലൊരു ഫിലിം, ശരിക്കും ഒരു ഹോളിവുഡ് ഫിലിം കാണുന്ന ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടായത്. അമേസിങ് പെർഫോമൻസ് ഈസ് അമേസിങ്. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? It was a very good movie and I would recommend everyone to watch it. I love the movie. Super. You like it? Yes, sir.